ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലുടനീളം നിറഞ്ഞു നിന്നത് ലോകത്തെമ്പാടുമുള്ള സ്ത്രീകളോടുള്ള ബഹുമാനം. ഒപ്പം ഭാരത സംസ്കാരത്തിൽ സ്ത്രീകൾ എത്രമാത്രം ആദരിക്കപ്പെടുന്നു എന്നും മോദി സർക്കാരുടെ ഭാരത സ്ത്രീകൾ കൈവരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ വാചാലനാവുകയായിരുന്നു നരേന്ദ്രമോദി. കൂട്ടത്തിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പ്രഥമ വനിതകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പരാമർശം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഈ മഹത്തായ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ രണ്ട് ശ്രദ്ധേയരായ വനിതാ നേതാക്കളെ തിരഞ്ഞെടുത്തു, രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. അവർ അഭിമാനത്തോടെ ഇന്ത്യൻ പ്രവാസികളുടെ പുത്രിമാർ എന്ന് സ്വയം വിളിക്കുന്നു. അവർ തങ്ങളുടെ ഇന്ത്യൻ പൈതൃകത്തിൽ അഭിമാനിക്കുന്നു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം വെറുമൊരു രാഷ്ട്രീയ മാതൃകയല്ല, മറിച്ച് നമുക്കൊരു ജീവിത രീതിയാണ്. ഈ പാർലമെന്റിൽ പോലും ഇന്ത്യൻ സംസ്ഥാനമായ ബീഹാറിൽ നിന്നുള്ള പൂർവീക പരമ്പരകളായ ചില അംഗങ്ങളുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 180 വർഷങ്ങൾക്ക് മുൻപ് കടൽ കടന്നുള്ള ദീർഘവും ദുഷ്കരവുമായ യാത്രയ്ക്ക് ശേഷമാണ് ആദ്യത്തെ ഇന്ത്യക്കാർ ഈ മണ്ണിൽ എത്തിയത്. ഇന്ത്യൻ ഈണങ്ങൾ കരീബിയൻ താളങ്ങളുമായി മനോഹരമായി ഇഴകിച്ചേർന്നു. രാഷ്ട്രീയം മുതൽ കവിത വരെ, ക്രിക്കറ്റ് മുതൽ വാണിജ്യം വരെ എല്ലാ മേഖലകളിലും അവർ സംഭാവന ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈ സഭയിൽ ഇത്രയധികം വനിതാംഗങ്ങളെ കാണുന്നതിൽ തനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്ത്രീകളോടുള്ള ബഹുമാനം ഇന്ത്യൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പുണ്യഗ്രന്ഥങ്ങളിലൊന്നായ സ്കന്ദപുരാണം പറയുന്നത് ഒരു മകൾ 10 ആൺമക്കളെ പോലെ സന്തോഷം നൽകുന്നു എന്നാണ്. നമ്മുടെ ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ സ്ത്രീകളുടെ കൈകളെ ശക്തിപ്പെടുത്തുകയാണ്. ബഹിരാകാശം മുതൽ കായികം വരെ, സ്റ്റാർട്ടപ്പുകൾ മുതൽ ശാസ്ത്രം വരെ, വിദ്യാഭ്യാസം മുതൽ സംരംഭം വരെ, വ്യോമയാനം മുതൽ സായുധ സേന വരെ അവർ ഇന്ത്യയെ വിവിധ മേഖലകളിൽ പുതിയൊരു ഭാവിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിനു പുറമെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിന്റെ ഏറ്റവും കടുത്ത ആരാധകരിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട് എന്ന് മോദി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഈ വാക്കുകൾ പറഞ്ഞത്. ഈ അഭിമാനകരമായ റെഡ് ഹൗസിൽ സംസാരിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2012 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യയിലേക്കുള്ള ഒരു സംസ്ഥാന സന്ദർശന വേളയിൽ കമല പെർസാദ് ബിസസർ ഭേലുപൂർ സന്ദർശിച്ചിരുന്നു. 123 വർഷത്തെ തന്റെ പൂർവ്വ പിതാവിന്റെ കുടിയേറ്റത്തിന് ശേഷം തന്റെ കുടുംബ ഗ്രാമവുമായി വീണ്ടും ബന്ധപ്പെടുകയായിരുന്നു. വലിയൊരു ജനക്കൂട്ടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അവർ വളരെ വൈകാരികമായ ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ എന്താണോ അതിന് കാരണം എൻ്റെ പൂർവീകരാണ്. അത് എൻ്റെ ജനിതക ഘടനയിലും DNA-യിലുമാണ്. വാസ്തവത്തിൽ അവർക്ക് വായിക്കാനും എഴുതാനും പോലും അറിയില്ലായിരുന്നു. പക്ഷേ അവർ അവരുടെ സമൂഹത്തിന്റെയും ഭൂമിയുടെ സത്തയായ സംസ്കാരവും മൂല്യങ്ങളും അവരോടൊപ്പം കൊണ്ടുപോയി. കമല പെർസാദ് ബിസസർ ബീഹാറിലെ ബക്സർ ജില്ലയിൽ നിന്നുള്ള അവരുടെ മുതുമുത്തച്ഛൻ രാം ലഖൻ മിശ്രയുടെ വോൾഗ എന്ന കപ്പലിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ വംശപരമ്പര സ്ഥിരീകരിക്കുന്ന കപ്പൽ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ചരിത്രരേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഗവേഷകർ അവരുടെ പൂർവിക ബന്ധം സ്ഥിരീകരിച്ചത്. ബീഹാറിലെ ഭേലുപൂരിലെ ഇടവഴികൾ മുതൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ വൈറ്റ് ഹാളിലെ ഗംഭീരമായ ഹാളുകൾ വരെ കരീബിയൻ പ്രദേശത്തിൻ്റെതും എന്നാൽ തീരത്തിനപ്പുറം സ്വപ്നം കാണാൻ ധൈര്യപ്പെട്ട എല്ലാ കുടിയേറ്റ കുടുംബങ്ങളോടും സംസാരിക്കുന്നതുമായ ഒരു പാരമ്പര്യം പലപ്പോഴും കംല ഫോളോ ചെയ്തിട്ടുണ്ട്. 1987 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ സെന്റ് പാട്രിക് കൗണ്ടി കൗൺസിലിൽ ആൾഡർ വുമൺ ആയിട്ടാണ് ഇന്ത്യൻ വംശജയായ നേതാവ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. അവിടെ നിന്ന് അവരുടെ രാഷ്ട്രീയ ഉയർച്ച വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ അവർ പ്രതിപക്ഷ സെനറ്ററായി, സിബാരിയുടെ MP ആയി, അറ്റോർണി ജനറൽ എന്നിവയായി. 2010 അവർ രാഷ്ട്രീയ പാർട്ടിയായ UNCയുടെ നേതാവായി. താമസിയാതെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രി ആ പദവി വഹിക്കുന്ന രാജ്യത്തെ ആദ്യ വനിതയായി. പീപ്പിൾസ് പാർട്ട്ണർഷിപ്പ് സഖ്യത്തെ അവർ ചരിത്രപരമായ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. ബഹുവംശീയ, പ്രത്യയശാസ്ത്രപരമായി വൈവിധ്യമുള്ള ഒരു രാഷ്ട്രീയ ശക്തിയെ അവർ കെട്ടിപ്പടുത്തു. ഈ സമയത്തെ അവരുടെ നേതൃത്വം അന്താരാഷ്ട്ര പ്രശംസ നേടി. 2013 ടൈം മാസികയുടെ ഏറ്റവും സ്വാധീനമുള്ള വനിതാ നേതാക്കളിൽ ഒരാളായി അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മോദി വാചാലനാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭാരതീയ പാരമ്പര്യമുള്ള, ഭാരതീയ വേരുകളുള്ള ഒരു സ്ത്രീയെ ആദരിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിലൂടെ അദ്ദേഹം ബഹുമാനിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ അദ്ദേഹം ആ പാർലമെന്റിൽ ഉപയോഗിക്കായിരുന്നു. ഒപ്പം ഭാരത സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് എത്രമാത്രം ആദരവാണ് നമ്മൾ നൽകുന്നത് എന്ന വാക്കിനെ അവിടെ പ്രതിഫലിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.